ഡെഫിനിറ്റ്ലി. ഏറ്റവും പ്രധാനം ഒബേസിറ്റി ഉണ്ടെങ്കിൽ ക്യാൻസറിന് സാധ്യത കൂടുതലാണ്. അതുപോലെ ഫാമിലിയിൽ അമ്മയ്ക്ക് യൂട്രൈൻ ക്യാൻസർ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. PCOD അതായത് പീരിയഡ്സ് ഇറഗുലർ ആണെങ്കിൽ ഡെഫിനിറ്റ്ലി നമ്മൾ പീരിയഡ്സ് ഇറഗുലർ ആകുമ്പോൾ ബ്ലീഡിങ്ങും വരികയില്ല. ഞാൻ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് 5-6 മാസം കൂടുമ്പം മരുന്നെടുത്താൽ വല്ലപ്പോഴും ഒക്കെ മാത്രം പീരീഡ് വരുന്നത്. അപ്പം അവരൊക്കെ നമ്മൾ എൻഡോമെട്രിയം അതിനകത്ത് വളരെ അതായത് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഹോർമോണൽ ഇറഗുലാരിറ്റി വന്നു കഴിയുമ്പം അവിടെ ഒരു 2 തരം ഹോർമോണാണ് റീപ്രൊഡക്റ്റീവ് ഹോർമോണാണ് ലേഡീസിനുള്ളത്. ഒന്ന് ഈസ്ട്രജനും മറ്റേത് പ്രൊജസ്ട്രോണും. ഈസ്ട്രജൻ അതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വളർത്തിക്കൊണ്ടിരിക്കും. പിന്നെ പ്രൊജസ്ട്രോൺ ആണ് അതിനെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവന്ന് മന്ത് എൻഡ് ആകുമ്പോൾ 28 ദിവസം ആകുമ്പോൾ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയുമ്പം ഈ ഷെഡിങ് വരും. എൻഡോമെട്രിയം ചെയ്തും വീണ്ടും ഓരോ പ്രാവശ്യവും വളർന്ന് ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുക ഓരോ മാസം. പക്ഷേ ഈ ഹോർമോണൽ ഇംബാലൻസ് വന്ന് പ്രത്യേകിച്ച് ഈ തൈറോയിഡിൻ്റെ അസുഖം ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഉള്ളവർ, PCOD ഉള്ളവർ, ഒബേസിറ്റി ഉള്ളവർ, ഡയബറ്റീസ് ഉള്ളവർ ഇവർക്കൊക്കെ ചാൻസ് കൂടുതലാണ് ഓവുലേഷൻ നടക്കുകയില്ല. ബ്രെയിനിൽ നിന്നുള്ള ഹോർമോണും എല്ലാം ഇറഗുലറായി FSH, LH, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എല്ലാം ഇറഗുലറാവും. പിന്നെ നമ്മുടെ ഈ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ആൻഡ്രോസ്റ്റെൻഡിയോൺ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഹോർമോണുകളുണ്ട്. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഓവർ ഫാറ്റ് ആയിട്ടുള്ളവർ ഈ ഹോർമോണിനെ മാറ്റി ഈസ്ട്രോജനാക്കും. അപ്പോൾ ഓവറിയിൽ ഈസ്ട്രോജൻ ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ ഫാറ്റിനകത്തുനിന്ന് ഈസ്ട്രോജൻ ഉണ്ടാകും. അപ്പോൾ ഈസ്ട്രോജൻ്റെ അളവ് ഒത്തിരി കൂടുകയും ചെയ്യും. പ്രൊജസ്ട്രോൺ വരണമെന്നുണ്ട് ഓവുലേഷൻ നടന്ന ശേഷം മാത്രമേ പ്രൊജസ്ട്രോൺ വരുള്ളൂ. ഓവറിൽ നിന്ന് വരണം, അതില്ലാതെ ആയിപ്പോൾ. അങ്ങനെ വരുമ്പം എൻഡോമെട്രിയം ഓവറായിട്ട് വളരാൻ തുടങ്ങും. അത് തന്നെ സെയിം കാര്യം തന്നെ ബ്രസ്റ്റിനെയും ബാധിക്കാം. ഈസ്ട്രോജൻ സെൻസിറ്റീവ് ആണ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ്. അപ്പം ഒരു മെയിൻ റീസൺ ഇന്നിപ്പം ഈ ബ്രസ്റ്റ് ക്യാൻസറും യൂട്രൈൻ ക്യാൻസറും കൂടാനുള്ള മേജർ കാരണം നമ്മുടെ ഈ ഹോർമോണൽ ഇംബാലൻസ് വന്നിരിക്കുന്നതാണ്. അതിൽ തന്നെ ഈ ഓവർ ഫാറ്റ്, ഇപ്പം നമ്മളൊരു 30 വർഷം അല്ലെ 50 വർഷം മുമ്പുള്ള സ്ത്രീകളെല്ലാം ഒരു ചെറുപ്പം 10, 18 അല്ലെ 20, 25 വയസ്സുള്ളവർക്ക് വളരെ ട്രിം ആയിരിക്കും. പക്ഷേ ഇപ്പം കൊച്ചു കുട്ടികൾ പോലും ഓവർ വെയ്റ്റ് വരിക. അപ്പം ഇപ്പം നമ്മൾ കാണുന്നത് വളരെ യങ് ഏജിൽ തന്നെ ക്യാൻസർ വരുവാണ്. എൻഡോമെട്രിയൽ ക്യാൻസർ വളരെ ഫൈബ്രോയിഡ്സ് നേരത്തെ വരുന്നു, എൻഡോമെട്രിയൽ ക്യാൻസർ നേരത്തെ വരുന്നു. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.